ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു പുതിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പോണത് വെള്ളിയാങ്കല്ലിലേക്കാണ് പോണത്. ഇവിടെ ഒരു ഡാമും ചെറിയ പാർക്കൊക്കെ ആയിട്ട് ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ പട്ടാമ്പിയാണ്. അപ്പോൾ വണ്ടിയിൽ ഉമ്മയും ഉപ്പ അല്ലാത്ത എല്ലാവരും ഉണ്ട്. ഉമ്മക്ക് കാലിന് സുഖമില്ലാത്ത കാരണം ഉമ്മ വന്നിട്ടില്ല. അങ്ങനെ ഉമ്മയും ഉപ്പ അല്ലാത്തവർ എല്ലാവരും കാറിലുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലാണ്. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊന്ന് പുറത്ത് പോണത്, അവരൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോണത്. അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാണ് അവരെല്ലാവരും. പിന്നെ വേറൊരു കാരണം കൊണ്ട് പിന്നെ ഇക്ക പോവാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് പോകാമെന്നും കൂടി വെച്ചു. പോകാനായിട്ടുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയത് കാരണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോണത്. വെള്ളിയാങ്കല്ല് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാറൊന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് എൻട്രൻസിലേക്ക് പോവാം. പിന്നെ എൻട്രൻസിൽ തന്നെ നമ്മൾ കാണുന്നത് ഒട്ടകത്തിനെയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു മൃഗമാണ് ഒട്ടകം. അപ്പോൾ ഒട്ടകത്തിനെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അതിശയമായി. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു മൃഗത്തിനൊക്കെ അവർ കാണുന്നത്. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ പുറത്ത് കയറാനുള്ള റേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 100 രൂപയാണ്. നമ്മൾ കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ അന്നത്തെ ദിവസം പൊതുവെ നല്ല തിരക്കായിരുന്നു. പിന്നെ അപ്പത്തിനും നേരെ ഇരുട്ടി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കയറാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഡാമിൻ്റെ ഡീറ്റെയിൽസും ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊരു കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ. പിന്നെ ഒരു സൈഡിൽ നമുക്ക് കുട്ടികൾക്കുള്ള പാർക്ക് വേണം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സ്പേസും ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള ത്രില്ലാണ്. അപ്പോൾ ജനമോളേക്ക് നമ്മൾ ആ സ്ലൈഡിലൂടെ ഇങ്ങനെ ഉരുക്കി കൊണ്ടുവരുന്നുണ്ട്. ധനമോൾക്ക് അത്യാവശ്യം നല്ല പേടിയൊക്കെ ആവുന്നുണ്ട്. ഐഷുമോളിനും
നല്ല പേടിയുണ്ട്. ആദ്യക്കുട്ടി പിന്നെ അടിപൊളിയായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ പുഴയുടെ കാര്യം പറയുകയാണെങ്കിൽ പുഴയിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. നടക്കത്തിൽ കാണാറ് ഇവിടെ ഇത് കെട്ടിയിരിക്കണാവല്ലേ. എന്തുണ്ടായി? കുട്ടിയുടെ കയ്യിൽ നിന്ന് മണ്ട പോവാ. എടുത്തോ ഞങ്ങളെ കൂടി ഉണ്ടാക്കി കൊടുത്തു. അത് കേട്ടു. ലൈസൻസ് നാളെ തിരക്കി ഇല്ലാത്തോടെ. കത്മേ കുട്ടികളോടൊക്കെ ഒന്ന് ഹായ് അറിയുമ്പോൾ പതുക്കെ പതുക്കാക്കിയാൽ പിന്നെ നമ്മൾ കുട്ടികളെ വേറൊരു സ്പിന്നറിൽ ഇരുത്തിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് പോകുന്നു. അവർ അത്യാവശ്യം അവിടെ കളിക്കാനുള്ള കളികളൊക്കെ കളിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് കച്ചവടക്കാരാണ്. നമ്മുടെ അധികം ഐസ്ക്രീംസ്, പിന്നെ ടോയ്സ്, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുപാട് നമ്മളെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനും നമ്മളെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, കച്ചവടക്കാർ ഇങ്ങനെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിച്ചു. ഓരോരുത്തർ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ കഴിച്ചു.
പിന്നെ നമ്മൾ ഒരു വടി ചാടി കടന്നിട്ടാണ് നമ്മൾ പുഴയ്ക്ക് ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് പുഴയുടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു വെള്ളിയാങ്കല്ല് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഈ പട്ടാമ്പിയുള്ളവർക്കൊക്കെ പട്ടാമ്പിയിൽ എല്ലാവർക്കും അറിയണൊരു സ്ഥലമായിരിക്കും വെള്ളിയാങ്കല്ല്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു, ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങളെക്കാളുപരി നമ്മുടെ കുട്ടികളാണ്, അവർക്കാണ് ഒരുപാട് സന്തോഷമായത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ടൊന്നും എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കാണ് ഒരുപാട് സന്തോഷമായത്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ചപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനിയും വീണ്ടും നല്ല ഇങ്ങനത്തെ വ്ളോഗ്സും വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.